ഹായ് ഹലോ ഹോൾ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ്. നമുക്കറിയാം ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷന്റെ ഒരു സീസണിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും പഠനം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന MA ഇംഗ്ലീഷ് കോഴ്സിന്റെ 1ാം വർഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നമ്മുടെ സബ്ജക്ട് ഏതാണെന്ന് നോക്കുമ്പോൾ MEG05 കോഴ്സ് കോഡ് വരുന്ന ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. അപ്പൊ നമുക്കറിയാം, ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പഠനം വളരെ എഫക്റ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സ്റ്റഡിങ് മെത്തേഡ് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിനെ ആസ്പദമാക്കി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതായിരുന്നു, അതുപോലെ തന്നെ ഏതൊക്കെ ബ്ലോക്ക്, ഏതൊക്കെ യൂണിറ്റ്, ഏതൊക്കെ ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എങ്ങനെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പൊ ഇത് നമുക്ക് വളരെ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ വേണം. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലേൺ വൈസിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ആൻ ജോസ് മാഡം ആണ്. സോ ഇനി അങ്ങോട്ട് ആൻ ജോസ് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ വളരെ വിശദമായിട്ട് ശ്രദ്ധിക്കുക. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നമ്മുടെ MEG05 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന പേപ്പറിൻ്റെ ആ ഒരു ജേർണി എക്സാം പോയിന്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ മുന്നേ വീഡിയോസ് റെക്കോർഡഡ് സെഷൻസ് ആയിട്ടും ലൈവ് സെഷൻസ് ആയിട്ടും നമ്മൾ നമ്മുടെ പോർഷൻസ് 8 ബ്ലോക്കുകളും എല്ലാ യൂണിറ്റ്സും നമ്മൾ കവർ ചെയ്തെത്തി. സ്വാഭാവികമായും നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കൺസേൺ ആണ്, എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടത്. കാരണം ലൈവ് സെഷൻസിൽ ഞാൻ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ അവരെന്നോട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ഈ ബ്ലോക്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് 8 ബ്ലോക്കും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്കുകളാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കാം ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നത്, ഇനി എങ്ങനെയായിരിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കൺസേൺ കുട്ടികൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. സോ ആ കൺസേൺസ് ക്ലിയർ ചെയ്യുക, കുറച്ചും കൂടിയും ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് കുറച്ചും കൂടി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺസിനെ കുറിച്ച് കുറച്ചും കൂടിയും ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു എയിമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി MEG05 എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അല്ലെങ്കിൽ വെയിറ്റേജ് അനാലിസിസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ജൂൺ 2021 മുതൽ ജൂൺ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ റിസർച്ച് ടീം ഐഡൻറ്റിഫൈ ചെയ്ത കുറച്ച് ഫൈൻഡിങ്സ് ആണ് നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഫ്രോയിഡ്, ലെഗാൻ, ബാർത്ത് അതുപോലെയുള്ള മേജറായിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സ്, അതായത് ലിറ്റററി ക്രിട്ടിക്സിനെ കുറിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ തിയറീസായ ബാർട്സിൻ്റെ തിയറി, ഡെത്ത് ഓഫ് ദി ഓതർ, സ്ട്രക്ചറലിസം, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എങ്ങനെയൊക്കെയായിരുന്നു, മാർക്സിസ്റ്റ് ക്രിറ്റിസിസം അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ എന്താണ്, അങ്ങനെയുള്ള മേജറായിട്ടുള്ള തിയറിസ്റ്റുകളെ കുറിച്ചും അല്ലെങ്കിൽ അവർ പറയുന്ന പ്രൊപ്പൗണ്ട് ചെയ്ത കൺസെപ്റ്റ്സിനെ കുറിച്ചും ഫ്രീക്വൻ്റ് ആയിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ മിക്കവാറും ഈ കമ്പാരിറ്റീവ് രീതിയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന റൊമാൻറ്റിസിസവും ക്ലാസിസവും എങ്ങനെയായിരുന്നു ഡിഫറെൻ്റ് ആയിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ് ഇപ്പോൾ സ്ട്രക്ചറലിസവും ഈ പറയുന്ന പോസ്റ്റ് സ്ട്രക്ചറലിസവും തമ്മിലുണ്ടായിരുന്നത്, മോഡേണിസവും പോസ്റ്റ് മോഡേണിസവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അങ്ങനെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് എന്നുള്ള രീതിയിലും നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ വന്നിരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ തിയറീസിനെ കുറിച്ചുള്ള നമ്മുടേതായ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, അതായത് ഇപ്പം എങ്ങനെയാണ് മോഡേണിസം ക്രിട്ടിക്കുകൾ പോസ്റ്റ് മോഡേണിസം ക്രിട്ടിക്കുകളുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് മോഡേണിസ്റ്റ് ക്രിട്ടിക്സിനെ കണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് കാണാറുണ്ടായിരുന്നു. പിന്നെ ഈ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ഈ പറയുന്ന തിയറീസ് അപ്ലൈ ചെയ്യുന്നത്, ഒരു ടെക്സ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു നോവൽ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ നോവൽ വായിക്കുമ്പോൾ ഈ തിയറീസ് എങ്ങനെ നമുക്ക് ആ നോവലിനകത്ത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ തിയറി അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് കൊളോണിയൽ സിറ്റുവേഷനായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ പീരീഡിൽ സംഭവിച്ച അല്ലെങ്കിൽ വേൾഡ് വാറിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിനെ ഈ നോവലിലോട്ട് നോവലിസ്റ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലിറ്റററി ടെക്സ്റ്റിനെ എങ്ങനെ നമുക്ക് തിയറീസുമായിട്ട് കണക്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ ഇവാലുവേഷനും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓരോ ലിറ്റററി പീരീഡിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ ലിറ്റററി തിയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ. അതായത് ഇപ്പോൾ ഏർലി ഏൻഷ്യൻ ഗ്രീക്ക് പീരീഡിലുണ്ടായിരുന്ന ക്രിട്ടീക്സ് ഏതൊക്കെയായിരുന്നു, അവരുടെ തിയറീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മോഡേൺ പീരീഡിലുണ്ടായിരുന്ന റൈറ്റിങ്സ് എങ്ങനത്തെ രീതിയിലായിരുന്നു, അവരുടെ ക്രിട്ടിക്കൽ അനാലിസിസ് എങ്ങനെയാണ്, എന്ത് പ്രോസസ്സിലൂടെയാണ് അവരുടെ ക്രിട്ടിക്കൽ അനാലിസിസ് നടന്നിരുന്നത്. പിന്നെ കുറച്ചും കൂടി കണ്ടംപററി തിയറീസ് ആയ ഡീകൺസ്ട്രക്ഷൻ, പോസ്റ്റ് മോഡേണിസം, അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്, പോസ്റ്റ് കൊളോണിയലിസം, അങ്ങനെ കുറച്ചും കൂടി കണ്ടംപററി തിയറീസിലോട്ടും കൂടെ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കുന്നതായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മൾ കണ്ടിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഒരു മേജറായിട്ടുള്ളൊരു കൺസേൺ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നതെന്ന് പറഞ്ഞാൽ ലിറ്റററി എലമെൻറ്റ്സ് ആണ്. അല്ലെങ്കിൽ ആ ഒരു ലിറ്റററി ടെർമിനോളജീസ് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഡൗട്ടുകൾ വരുന്നത് പോലെ, ഇതാണോ, നമ്മളിത് പഠിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈതോസ് എന്ന് പറയുമ്പോൾ അത് ട്രാജഡിയിലെ ക്യാരക്ടറാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ ചിലപ്പോൾ മനസ്സിൽ എലമെൻറ്റ്സ് ഓഫ് ട്രാജഡി പഠിച്ചപ്പോൾ ക്യാരക്ടർ എന്നുള്ള പേരിലായിരിക്കാം ആ ഒരു എലമെൻറ്റ് പഠിച്ചത്. പക്ഷേ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈതോസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ലിറ്റററി ടേം എന്ന് പറയുന്നത് ഈതോസ് ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ലിറ്റററി ടെർമിനോളജീസ് കൂടെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഓക്കെ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ അങ്ങനെ നമ്മൾക്ക് ചോദിക്കുമ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ ഇൻ കേസ് അങ്ങനെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ക്രൈബ് ഈത്തോസ് ഫ്രം മീത്തോസ് എന്ന് പറയുമ്പോൾ അത് ക്യാരക്ടറാണെന്നും മറ്റേത് പ്ലോട്ടാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാനും അങ്ങനെ നമുക്ക് ആൻസേഴ്സ് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ആ ഒരു ലിറ്റററി ടേം പഠിക്കുന്നതിലൂടെ അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്യാരക്ടർ ആൻഡ് പ്ലോട്ട് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഡിഫൈൻ ക്യാരക്ടർ ആൻഡ് പ്ലോട്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ ഈ ലിറ്റററി ടെർമിനോളജീസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആൻസർ വായിക്കുന്ന എക്സാമിനർക്ക് കുറച്ചും കൂടി മാർക്ക് കൂടുതൽ തരാൻ, അതായത് ഓക്കെ ഈ കുട്ടി ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് പറയുന്ന ഒരു ഐഡിയ എക്സാമിനർക്ക് കിട്ടാനായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ നമ്മൾ ജനറൽ ആയിട്ടുള്ള ടേംസ് മാത്രം പഠിക്കാതെ ലിറ്റററി ടെർമിനോളജിയിൽ കൂടെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കുകൾ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചോയ്സസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ചോയ്സ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്താലും, അതായത് ചില ബ്ലോക്കുകൾ നമ്മൾ സ്കിപ്പ് ചെയ്താലും മറ്റ് ബ്ലോക്കുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ ഒരു ചോയ്സ് നമുക്ക് തരുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള പോർഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അങ്ങനെ അതുവഴി നമുക്ക് ബെസ്റ്റായിട്ട് എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചാൻസും കൂടെ ഇഗ്നോ നമുക്ക് തരുന്നുണ്ട്. സോ അത്രയാണ് ഒരു ജനറൽ അനാലിസിസ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു ചോയ്സ് തരുന്നത് കൊണ്ട് തന്നെ ചില യൂണിറ്റുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റേജ് മനസ്സിലാക്കാതെ നമ്മൾ യൂണിറ്റ്സ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മാർക്ക് ലോസ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 21 ജൂൺ മുതൽ 23 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് നമുക്ക് ഒരു അനാലിസിസിലോട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. സോ ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ഏതൊക്കെ ബ്ലോക്കുകൾക്കാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എന്നുള്ളതാണ്. സോ ടു ബിഗിൻ വിത്ത് ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് 1-നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം നിങ്ങൾ ബ്ലോക്ക് 1 ആ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബ്ലോക്ക് 1 എന്ന് പറയുന്നത് 6 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 6 യൂണിറ്റ്സിലും നമ്മൾ എന്താണ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന ഈ MEG 05 എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കാൻ പോകുന്നത്, ഫുൾ 8 ബ്ലോക്കുകളുടെയും ഒരു മിനിയേച്ചർ വേർഷൻ നമുക്ക് ബ്ലോക്ക് 1-ൽ കാണാൻ പറ്റും. ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് 1-ൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഹയസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ 8 ബ്ലോക്കുകളും വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് ഈ ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് 1-ൽ നിന്നാണ്.
പിന്നെ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നത് ബ്ലോക്ക് 7 ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് 7 അതിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിനുശേഷം നമ്മൾ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് ക്ലാസിക്കൽ ക്രിറ്റിസിസം, ബ്ലോക്ക് 2 ആയ ക്ലാസിക്കൽ ക്രിറ്റിസിസം ആണ്. അതിൻ്റെ അകത്ത് മേജറായിട്ട് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അവരുടെ തിയറീസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൽ ആ ഒരു ബ്ലോക്കിൽ നിന്നും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 3 ബ്ലോക്ക് 6, റൊമാൻറ്റിക് ക്രിറ്റിസിസം ബ്ലോക്ക് 3, ഫെമിനിസ്റ്റ് തിയറീസ് ബ്ലോക്ക് 6. ഈ 2 ബ്ലോക്കുകൾക്കും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആ സമയത്ത് കാലഘട്ടത്തിലുള്ള മേജറായിട്ടുള്ള തിയറിസ്റ്റുകൾ, പ്രത്യേകിച്ച് വേർഡ്സ്വർത്ത് പോലുള്ള തിയറിസ്റ്റുകൾ, അവരുടെ ഐഡിയോളജീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഫെമിനിസ്റ്റ് തിയറീസിൽ നമ്മൾ വേവ്സ് ഓഫ് ഫെമിനിസം ചോദിച്ച് കാണാറുണ്ട്. പിന്നെ ഈ പറയുന്ന ആ ഒരു ബ്ലോക്ക് 6 നമ്മൾ കണ്ടത് ഓരോ കാലഘട്ടത്തിലുള്ള ഫെമിനിസ്റ്റുകളുടെയും മേജറായിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ആ വർക്കുകൾ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നത് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും ബ്ലോക്ക് 6 കണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് 6 ബ്ലോക്ക് 3 ഏകദേശം ഈക്വൽ വെയിറ്റേജ് ആണുള്ളത്. പിന്നീടാണ് ബ്ലോക്ക് 8 കണ്ടംപററി ലിറ്റററി തിയറീസ്, അതായത് നമ്മുടെ സൈക്കോ അനാലിസിസ്, പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് കൊളോണിയലിസം, അങ്ങനെ കണ്ടംപററി ആയിട്ടുള്ള തിയറീസിനെ ആണ് ബ്ലോക്ക് 8 സോ അതിനാണ് പിന്നത്തെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിൽ നിന്ന് കാണാറ്. പിന്നെ ബ്ലോക്ക് 4 ആൻഡ് ബ്ലോക്ക് 5 ന്യൂ ക്രിറ്റിസിസം ആൻഡ് മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ലിറ്ററേച്ചർ. അത് 2 ബ്ലോക്കിനും ഏകദേശം ഈക്വൽ വെയിറ്റേജ് ആണ്. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ 2 ബ്ലോക്കിൽ നിന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിന് കുറച്ച് വെയിറ്റേജ് കുറവ് കൊടുത്തിട്ട് നിങ്ങളതിന് ആ 2 ബ്ലോക്കുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ബ്ലോക്ക് 1 ആണ്, ആൻ ഇൻട്രൊഡക്ഷൻ. ആൻ ഇൻട്രൊഡക്ഷനിലാണ് നമ്മൾ 6 യൂണിറ്റ്സിലും നമ്മൾ പഠിക്കുന്ന 8 ബ്ലോക്കുകളെയും 8 ബ്ലോക്കിൻ്റെയും ഒരു ജിസ്റ്റ് വേർഷനാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. സോ ബ്ലോക്ക് 1 നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ നിങ്ങൾ ആദ്യം തന്നെ ബ്ലോക്ക് 1 കവർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബ്ലോക്ക് 7 ഡീകൺസ്ട്രക്ഷൻ കവർ ചെയ്ത് തീർക്കുക. പിന്നീട് ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസം. ക്ലാസിക്കൽ ക്രിറ്റിസിസം പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മേജറായിട്ട് നിങ്ങൾ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും അവരുടെ തിയറീസ്, പ്ലേറ്റോൻ്റെ തിയറി ഓൺ ഇമിറ്റേഷനും അരിസ്റ്റോട്ടലിൻ്റെ തിയറി ഓഫ് ട്രാജഡിയും നിങ്ങൾ വളരെയധികം കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുക. പിന്നെ ബ്ലോക്ക് 3 ബ്ലോക്ക് 6 റൊമാൻറ്റിക് ക്രിറ്റിസിസവും ഫെമിനിസ്റ്റ് തിയറീസും. പിന്നെ ബ്ലോക്ക് 8 കണ്ടംപററി ലിറ്റററി തിയറീസ്. അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണാറുള്ളത് പോസ്റ്റ് മോഡേണിസവും അനാലിസിസുമാണ്. ആ 2 മൊഡ്യൂൾസ്, ആ 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതലായിട്ടും കാണാറ്. പിന്നെ ബ്ലോക്ക് 4 ന്യൂ ക്രിറ്റിസിസം ആൻഡ് ബ്ലോക്ക് 5 മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ലിറ്ററേച്ചർ. സോ ഇങ്ങനെയാണ് ഏകദേശം നമ്മുടെ ഒരു ബ്ലോക്ക് വെയിറ്റേജ് സിസ്റ്റം അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് വരുന്നത്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ബ്ലോക്ക് 1 നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 6 യൂണിറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് യൂണിറ്റ് 1 ലിറ്ററേച്ചർ, ക്രിറ്റിസിസം ആൻഡ് തിയറി. അതെന്താണ് ലിറ്ററേച്ചർ, എന്താണ് ക്രിറ്റിസിസം, എന്താണ് തിയറി, അതിൻ്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ചെയിൻ പ്രോസസ്സ്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് 1 ബേസിക് ആയിട്ടുള്ള ലിറ്ററേച്ചർ എന്താണ്, ക്രിറ്റിസിസം എന്താണ്, തിയറി എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വെയിറ്റേജ് വരുന്നത് യൂണിറ്റ് 4 ആൻഡ് യൂണിറ്റ് 6. യൂണിറ്റ് 4 ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം. ക്രിറ്റിസിസത്തിനുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അർണോൾഡിന് മുമ്പും അർണോൾഡിൻ്റെ കാലഘട്ടത്തിലും TS എലിയറ്റും ഇവർ ഈ 3 ഫേസസിൽ ക്രിറ്റിസിസം പറയുന്ന, ക്രിറ്റിസിസത്തിന് അവർ ഉദ്ദേശിക്കുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 6 ആണ് പിന്നെ യൂണിറ്റ് 4ൻ്റെ ഒപ്പം തന്നെയുള്ള വെയിറ്റേജ് ഉള്ളത്. യൂണിറ്റ് 6 റെസിസ്റ്റൻസ് ടു തിയറി ആൻഡ് ഹൗ ടു റീഡ് എ റീഡർ. എങ്ങനെയാണ് ഒരു റീഡറിനെ വായിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യേണ്ടത്, എന്ത് ഇമ്പാക്റ്റാണ് ആ ടെക്സ്റ്റ് ഒരു റീഡറിൽ കൊടുക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടത്, ക്ലോസ് റീഡിങ് പ്രോസസ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് യൂണിറ്റ് 6 ഡീൽ ചെയ്യുന്നത്.
പിന്നെ ഒരു മോഡറേറ്റ് ഇമ്പോർട്ടൻസ് വരുന്നതാണ് യൂണിറ്റ് 2, യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 5. സോ ഇങ്ങനെയാണ് ബ്ലോക്ക് 1ൻ്റെ യൂണിറ്റ് വൈസ് വെയിറ്റേജ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ബ്ലോക്ക് 1ൻ്റെ യൂണിറ്റ് 1ന് തന്നെ നിങ്ങൾ കൊടുക്കുക. പിന്നെ യൂണിറ്റ് 4 ആൻഡ് യൂണിറ്റ് 6, പിന്നീടാണ് യൂണിറ്റ് 2, യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 5. ഓവറോൾ പറയുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 1ൽ നിന്നാണ്, പ്രത്യേകിച്ച് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ൽ നിന്ന്. സോ ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ബ്ലോക്ക് 1 യൂണിറ്റ് 1ലാണ്. ഇനി ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ, ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ, യൂണിറ്റ് 2ലെ പ്ലേറ്റോൻ്റെ ഇമിറ്റേഷൻ ആൻഡ് യൂണിറ്റ് 3ലെ അരിസ്റ്റോട്ടലിൻ്റെ ഇമിറ്റേഷൻ. ഈ രണ്ട് പ്രോസസ് ഓഫ് ഇമിറ്റേഷൻ അല്ലെങ്കിൽ തിയറീസ് ഓഫ് ഇമിറ്റേഷൻ, തിയറി ഓഫ് ഫോംസ്, തിയറി ഓഫ് മിമിസിസ് എന്ന് പറയുന്ന ഇമിറ്റേഷൻ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് രണ്ട് തിയറിസ്റ്റുകളെയും അറിഞ്ഞിരിക്കുക. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. പ്ലേറ്റോ എന്താണ് റിപ്പബ്ലിക്കിൽ ഇമിറ്റേഷൻ ആയിട്ട് പറയുന്നത്, അരിസ്റ്റോട്ടൽ എന്താണ് പൊളിറ്റിക്സിൽ ഇമിറ്റേഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റണം. പിന്നീടാണ് യൂണിറ്റ് 1ലേക്ക് വരുന്നത്. ബ്ലോക്ക് 2ൽ യൂണിറ്റ് 2ലെ പ്ലേറ്റോൻ്റെ ഇമിറ്റേഷനും യൂണിറ്റ് 3ലെ അരിസ്റ്റോട്ടലിൻ്റെ ഇമിറ്റേഷനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ബ്ലോക്ക് 2ൽ വരുമ്പോൾ. അതുപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് യൂണിറ്റ് 1, ബ്ലോക്ക് 2ലെ യൂണിറ്റ് 1 ഫീച്ചർ ഓഫ് ക്ലാസിക്കൽ ക്രിറ്റിസിസം. അതിൻ്റെ അകത്തുനിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ നമ്മൾ കണ്ടിട്ടുള്ളൂ, പക്ഷെ എന്നാലും ഫ്രീക്വൻ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൽ നിന്ന് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതാണ് ബ്ലോക്ക് 2ൻ്റെ യൂണിറ്റ് വൈസ് അനാലിസിസ്. യൂണിറ്റ് 2ഉം യൂണിറ്റ് 3ക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്, പ്രത്യേകിച്ച് അവരുടെ തിയറി ഓഫ് ഇമിറ്റേഷൻ. പിന്നെ യൂണിറ്റ് 1 ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ ക്രിറ്റിസിസം. ഇനി ബ്ലോക്ക് 3 റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ അതിൽ യൂണിറ്റ് 1 റൊമാൻറ്റിസിസം, എന്താണ് റൊമാൻറ്റിസിസം അല്ലെങ്കിൽ എന്താണ് റൊമാൻറ്റിസിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിഫൈൻ ചെയ്യാനും ആ ഒരു പീരീഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് യൂണിറ്റ് 1ൽ നിന്നും. പിന്നെ യൂണിറ്റ് 2 വേർഡ്സ്വർത്തിനെ കുറിച്ച്, പ്രത്യേകിച്ച് വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബാലറ്റ്സ്, എങ്ങനെയാണ് ലിറിക്കൽ ബാലറ്റ്സിലുള്ള തിയറീസും ഡെഫിനിഷൻസും ഒക്കെ റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിനെ ഫ്രെയിം ചെയ്തത്, അതിനെ ഹെൽപ്പ് ചെയ്തതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 1നും യൂണിറ്റ് 2വിനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ, ന്യൂ ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ, അയ്യർ റിച്ചാർഡ്സ് യൂണിറ്റ് 1 അയ്യർ റിച്ചാർഡ്സിനും യൂണിറ്റ് 4 ജോൺ ക്രോ റാൻസം ആൻഡ് ക്ലിയാൻ ബ്രൂക്സിനും, ഇവർക്ക് 3 പേർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവർ 3 പേരുമാണ് മേജറായിട്ടും ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ പ്രൊപ്പൗണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ 3 ക്രിറ്റിക്സ് യൂണിറ്റ് 1ഉം യൂണിറ്റ് 4ലുള്ള 2 ക്രിറ്റിക്സിനും, അങ്ങനെ മൊത്തത്തിൽ 3 ക്രിറ്റിക്സിനും ന്യൂ ക്രിറ്റിസിസത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ബ്ലോക്ക് 4 ന്യൂ ക്രിറ്റിസിസം വരുമ്പോൾ യൂണിറ്റ് 1 അയ്യർ റിച്ചാർഡ്സും യൂണിറ്റ് 4 ജോൺ ക്രോ റാൻസം ആൻഡ് ക്ലിയാൻ ബ്രൂക്സും. സോ അത്രയുമാണ് നമ്മളിപ്പോൾ ഏകദേശം യൂണിറ്റ് വൈസ് അനാലിസിസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ അകത്ത് ലിറ്ററേച്ചർ എന്താണ്, ക്രിറ്റിസിസം എന്താണ്, തിയറി എന്താണ്, ഇത് 3ഉം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ പ്ലേറ്റോൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും ഇമിറ്റേഷൻ തിയറീസ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് അവർ രണ്ടുപേരുടെയും ഇമിറ്റേഷൻ, ആ തിയറീസ് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ റൊമാൻറ്റിസിസം എന്താണ്, വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബാലറ്റ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് റൊമാൻറ്റിക് പീരീഡിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി ബ്ലോക്ക് 4ലേക്ക് ന്യൂ ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അയ്യർ റിച്ചാർഡ്സ്, റാൻസം, ബ്രൂക്സ്, ഇവർ 3 പേരുടെയും തിയറീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷനിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്കിന് 360 മാർക്സാണ് നമ്മൾ കൊടുക്കുന്നത്. 360 മാർക്കുകൾ ഏകദേശം ബ്ലോക്ക് 1ൽ നിന്നും ചോദിക്കാറുണ്ട്. സോ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ബ്ലോക്ക് 1 പക്കയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 360 മാർക്സ് ഏകദേശം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലോക്ക് 7 ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്ക്, അതിന് ഏകദേശം ഒരു 160 മാർക്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 7ഉം തമ്മിൽ എത്രത്തോളം ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത്. ഇനി ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ 140, ബ്ലോക്ക് 7നേക്കാളും കുറച്ചും കൂടി കുറവാണ്, 140 മാർക്സാണ് നമ്മൾ ബ്ലോക്ക് 2ന് കൊടുക്കുന്നത്. ഇനി ബ്ലോക്ക് 3ക്കും ബ്ലോക്ക് 6നും ഞാൻ പറഞ്ഞു ഈക്വൽ വെയിറ്റേജ് ആണ്. സോ നമ്മൾ ഏകദേശം ഒരു 100 മാർക്സ് വെച്ച് നമ്മൾ ഓരോന്നിനും 100 മാർക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അലോട്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് ബ്ലോക്ക് 8 കണ്ടംപററി ലിറ്റററി തിയറീസ്. അതിന് ഏകദേശം ഒരു 80 മാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ബ്ലോക്ക് 4നും ബ്ലോക്ക് 5നും ന്യൂ ക്രിറ്റിസിസം ആൻഡ് മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ലിറ്ററേച്ചർ രണ്ടിനും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വെയിറ്റേജ് ആണ്. ഏകദേശം 40 മാർക്ക് ഒരു ബ്ലോക്കിൽ നിന്ന് ഏകദേശം 40 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിച്ച് കണ്ടിരിക്കുന്നത്. സോ 360 മാർക്സ് വരുന്നത് ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലാണ്. ബ്ലോക്ക് 1ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കുകൾ വരുന്നത്. സോ ബ്ലോക്ക് 1 നിങ്ങൾ കറക്റ്റ് തറോ ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഇതിൽ ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 1ന് ആണ് നമ്മൾ 320 മാർക്സ് കൊടുക്കുന്നത്. ലിറ്ററേച്ചർ ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന യൂണിറ്റിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്നത്. പിന്നെ യൂണിറ്റ് 4 ആൻഡ് യൂണിറ്റ് 6 അതിന് 20 മാർക്ക് വെച്ച് ഓരോ യൂണിറ്റിന് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ബ്ലോക്ക് 1ന് 360 മാർക്സ് കൊടുക്കുന്നത്. സോ ബ്ലോക്ക് 1ൻ്റെ യൂണിറ്റ് 1 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ബ്ലോക്ക് 1ൽ ഏകദേശം 320 മാർക്സിനുള്ളത് നമ്മൾ ചോദ്യങ്ങൾ വരാറുണ്ട്. 320 മാർക്സിന് ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ടോപ്പിക്സിലോട്ട് വരുമ്പോൾ അത് 120 എന്നുള്ള രീതിയിലാണ്. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ അത് 60 മാർക്കായിട്ട് കുറയുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ 40 മാർക്സ് എന്നുള്ള രീതിയിലാണ് ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ടോപ്പിക്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറ്. സോ ബ്ലോക്ക് 1നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ബ്ലോക്ക് 1നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബ്ലോക്ക് 1ൽ യൂണിറ്റ് 1നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. സോ അത്രയുമാണ് ഏകദേശം നമ്മുടെ ഒരു വെയിറ്റേജ് വൈസ് ഡിവിഷൻ അല്ലെങ്കിൽ ഒരു വെയിറ്റേജ് വൈസ് അനാലിസിസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ബ്ലോക്ക് വൈസ് അനാലിസിസ് കണ്ടു, ടോപ്പിക് വൈസ് അനാലിസിസ് കണ്ടു, യൂണിറ്റ് വൈസ് അനാലിസിസ് കണ്ടു, മാർക്ക് ഡിവിഷൻസ് എങ്ങനെയാണ് വരുന്നത് കണ്ടു. ഇനി എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ടോപ്പിക്സ് ആയിരിക്കാം യൂഷ്വലി ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ പറയുന്ന ജൂൺ 2021 മുതൽ ജൂൺ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യം, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടോപ്പിക്സ് സിമിലർ ടോപ്പിക്സ് ആണ്. അതായത് ഏകദേശം ഒരേ ടോപ്പിക്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ വെയിറ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഫ്രീക്വൻ്റ് ആയിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നൊരു മാറ്റം എക്സാക്ട്ലി ആ വേർഡ്സ് തന്നെയല്ല. അതായത് ഇപ്പോൾ ഒരു വർഷം ചിലപ്പോൾ ഈതോസ് എന്താണെന്നായിരിക്കും ചോദിക്കണേ, ചിലപ്പോൾ പിന്നത്തെ വർഷം ചോദിക്കുന്നത് പിന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് ക്യാരക്ടർ, ഡിഫൈൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമ്മൾ എഴുതേണ്ട ആൻസേഴ്സ് രണ്ടും സെയിം ആണ്, പക്ഷെ അവർ ചോദിക്കുന്ന പാറ്റേൺ ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ ചോദിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടി കൺഫ്യൂസിങ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈദോസ അല്ലെങ്കിൽ ആ ഒരു ലിറ്റററി ടെർമിനോളജീസ് വരുമ്പോൾ യൂഷ്വലി കുട്ടികൾക്ക് അതൊരു ഡൗട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില രീതിയിലുള്ള ട്വിസ്റ്റിങ്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കാണാറുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഫ്രെയിമിങ്ങിൽ കുറച്ച് ഡിഫറൻസസ് വരുത്താറുണ്ട്. പക്ഷേ മിക്കവാറും ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് ഫ്രീക്വൻ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു കാണാറ്. സോ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സിൽ തറോ ആയിട്ടിരിക്കുക, അതിൻ്റെ ടൈറ്റിലുകളും നിങ്ങൾ തറവായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത് ചോദിച്ചാൽ എന്ത് എഴുതണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സ്റ്റുഡൻസിന് ഏകദേശം ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അനാലിസിസ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി നമ്മൾ കൊടുക്കുന്നത് ബ്ലോക്ക് 1നാണ്. അതിന് ഏകദേശം ഒരു 360% ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വരാറുണ്ട്. പിന്നെ ബ്ലോക്ക് 7 ദി കൺസ്ട്രക്ഷൻ ബ്ലോക്കിൽ നിന്ന് ഏകദേശം ഒരു 160% ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്. പിന്നെ ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ അത് 140 ആവുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 3യും ബ്ലോക്ക് 6നും ഏകദേശം സിമിലർ ഒരു 100% പ്രോബബിലിറ്റി ആണുള്ളത്. ബ്ലോക്ക് 8ലേക്ക് വരുമ്പോൾ അത് 80% ആവുന്നു. ബ്ലോക്ക് 4ലേക്ക് വരുമ്പം 4 and 5നും ഏകദേശം സിമിലർ ആണ്. അത് 40% എന്നുള്ള രീതിയിൽ 40% ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്നത്. ബേസിക്കലി ഈ ഫൗണ്ടേഷണൽ ടോപ്പിക്സ് ആയിട്ടുള്ള ലിറ്ററേച്ചർ എന്താണ്, ക്രിറ്റിസിസം എന്താണ്, ലിറ്റററി തിയറി എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് ഡീകൺസ്ട്രക്ഷൻ, ക്ലാസിക്കൽ ക്രിറ്റിസിസം, ഈ രണ്ട് ടോപ്പിക്സും ഏകദേശം നമ്മൾ സിമിലർ ആയിട്ടുള്ളൊരു വെയിറ്റേജ് തന്നെയാണ് കാണാറ്. പിന്നെ റൊമാൻറ്റിക് ക്രിറ്റിസിസം, ഫെമിനിസ്റ്റ് തിയറീസ്, പിന്നെ കണ്ടംപററി ലിറ്റററി തിയറീസ് ആയ സൈക്കോ അനാലിസിസ്, പോസ്റ്റ് മോഡേണിസം, അതിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കാണാറില്ല.
ന്യൂ ക്രിറ്റിസിസം ആൻഡ് മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ്സിലേക്ക് വരുമ്പോൾ അവരുടെ മേജറായിട്ടുള്ള ഐഡിയോളജീസിൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ഫോക്കസ് ചെയ്യാറ്. സോ ഇനി നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ഈ ഒരു പേപ്പർ ഇത്രയും ക്ലാസ്സസ് ഒക്കെ കണ്ടു, അതിനുശേഷം ഇന്ന് ഇത്ര ബ്ലോക്കിന് ഇന്ന വെയിറ്റേജസ് ആണോ ഉള്ളത്. സോ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ അകത്ത് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൺക്ലൂസീവ് നോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ബ്ലോക്ക് 1ൻ്റെ യൂണിറ്റ് 1, അതായത് ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. കാരണം അത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു പോർഷനാണ്. ഏകദേശം നമ്മൾ പറഞ്ഞു 360% ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് നമ്മൾ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. എന്താണ് ബ്ലോക്ക് 1ൽ പറയുന്നത്, എന്തൊക്കെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ബ്ലോക്ക് 1ൽ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തറോ സ്റ്റഡി നിങ്ങൾക്കുണ്ടായിരിക്കണം. ബ്ലോക്ക് 1ൻ്റെ ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സിൽ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ഫോക്കസ് പോവുക. അതിനുശേഷം നിങ്ങൾ ക്ലാസിക്കൽ ക്രിറ്റിസിസം ബ്ലോക്ക് 2ഉം ഡീകൺസ്ട്രക്ഷൻ ബ്ലോക്ക് 7ഉം നിങ്ങൾ പഠിക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് മേജറായിട്ടും വരുന്ന തിയറീസ്, പ്രത്യേകിച്ച് പ്ലേറ്റോൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും ഇമിറ്റേഷൻ തിയറിയും പ്ലേറ്റോൻ്റെ തിയറി ഓഫ് ട്രാജഡിയും വളരെ കറക്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ ഡിഫറൻസസ് എന്താണ്, എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. പിന്നെ ഡീകൺസ്ട്രക്ഷൻ തിയറിസ്റ്റുകൾ എന്തൊക്കെയാണ് ഡീകൺസ്ട്രക്ഷൻ, നമ്മൾ കമലാദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പോയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീകൺസ്ട്രക്ഷൻ തിയറീസ് കൂടുതലും പഠിച്ചത്. സോ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അനാലിസിസ് എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവുക. കാരണം ഒരു പോയം തന്നിട്ട് അതിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയം അനലൈസ് ചെയ്യുന്ന ആ ഒരു പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇത്രയും ഏരിയാസ് നമ്മൾ വെയിറ്റേജ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും നാളും അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് കണ്ടുവന്നിരുന്നത്. പക്ഷേ പാറ്റേൺ ഇനിയും ചേഞ്ച് ചെയ്ത് കൂടാ എന്നുള്ളതില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഓക്കെ, ഇത്രയും ബ്ലോക്കുകളാണ് വെയിറ്റേജ് കൂടുതൽ, ഇത്രയും ബ്ലോക്കുകൾ മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. എല്ലാ ബ്ലോക്കുകൾക്കും നിങ്ങൾ ഒരു അറ്റൻഷൻ കൊടുക്കുക. ടോപ്പിക്സ് ഒന്നും മിസ് ഔട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ കവർ ചെയ്ത് പഠിച്ചു പോവുക. ഇനി ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു സെയിം ടോപ്പിക്സ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കണ്ടിരുന്നത്. പക്ഷേ അവർ ചോദിക്കുന്ന പാറ്റേണിന്, ചോദിക്കുന്ന രീതിക്ക് വ്യത്യാസങ്ങളുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മീത്തോസ് ആയിരിക്കാം ഒരു വർഷം ചോദിക്കുന്നത്, ക്യാരക്ടർ എന്നുള്ളതായിരിക്കാം അടുത്ത വർഷം ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആവുക. ക്വസ്റ്റ്യൻസ് ഏത് പാറ്റേണിൽ വന്നാലും ഇങ്ങനെ ചോദിച്ചാലും ഈ ആൻസർ എഴുതണം, മറ്റേ പാട്ട് ചോദിച്ചാലും ഈ ആൻസർ തന്നെ എഴുതണം എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ലേണർ എന്നുള്ള നിലയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ് സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് ബോർഡൻ യുവർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ മനസ്സിലാക്കുന്ന കൺസെപ്റ്റുകളെ നമ്മൾ കറക്റ്റായിട്ട് അതിനൊരു ക്ലാരിറ്റിയോടുകൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കപ്പാസിറ്റിയും കൂടെ നമ്മൾ ഉണ്ടാക്കുക. ചിലപ്പോൾ കണ്ടംപററി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വർക്ക് തന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ കണ്ടംപററി ആയിട്ടുള്ള തിയറീസിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കേട്ടിട്ട് ഇതെങ്ങനെ പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സംശയം ഉണ്ടാവുമായിരിക്കും. കാരണം ഇത്രയും ബ്ലോക്കുകളുണ്ട്, ഇത്രയും യൂണിറ്റ്സ് കവർ ചെയ്യാനുണ്ട്, കാര്യം ഇന്നതൊക്കെയാണ് വെയിറ്റേജ് എന്ന് പറഞ്ഞെങ്കിലും എല്ലാ യൂണിറ്റ്സിൽ നിന്നും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക, ജസ്റ്റ് പാസ്സാവുക എന്നതിനപ്പുറം നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട് റൈറ്റിംഗ് ആണ്. അത് ഞാൻ പഠിച്ചിരുന്ന സമയം മുതലേ, ഞാൻ 10th മുതൽ, ഞാൻ പഠിച്ചിരുന്ന കാലം മുതലേ ഞാൻ പ്രാക്ടീസ് ചെയ്ത് സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു എന്താ പറയുക ടെക്നിക്ക് ഓഫ് സ്റ്റഡിങ് ആണ് ഷോർട്ട് നോട്ട്സ്. നമ്മൾ അതൊരു യൂണിറ്റ് എടുക്കുക, ഒരു ബ്ലോക്ക് എടുക്കുക, ആ ബ്ലോക്കിലൊരു യൂണിറ്റ് എടുക്കുക. നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോൾ ഇപ്പോൾ ഇത്രയും എക്സാമിൻ്റെ തലേ ദിവസം ഇത്രയും പ്രസൻറ്റേഷൻസും അല്ലെങ്കിൽ ഇത്രയും ഓഡിയോ ക്ലാസ്സസ്, ഇത്രയും വീഡിയോ ക്ലാസ്സസ് ഒന്നും കേൾക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുക, ഫസ്റ്റ് ബ്ലോക്ക് എടുക്കുക, അതിനൊരു ടൈറ്റിൽ കൊടുക്കുക, ആ ടൈറ്റിൽ നിങ്ങൾ പേപ്പറിലോട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ യൂണിറ്റ് 1ൻ്റെ അകത്ത് മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ആ ടോപ്പിക്കിൻ്റെ നേരെ ഹൈഫൺ ഇട്ട് നമ്മളിപ്പോൾ ആൻസർ കീസൊക്കെ ടീച്ചേഴ്സിന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കില്ല, ഇന്ന ടോപ്പിക്സ് അതിൻ്റെ അകത്ത് വേണം,
അപ്പോൾ അതുപോലെ ഈ ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന പോയിന്റ്സ് ഇതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ എക്സാമിൻ്റെ തലേദിവസം അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾ കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഓരോ ബ്ലോക്കിന് ഓരോ പേപ്പർ എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു A4 അല്ല, അല്ലാതെ ഇച്ചിരി കൂടെ ഒരു വലിയ പേപ്പർ ഇല്ലേ, റഫ് പേപ്പറായിട്ട് നമ്മൾ എഴുതുന്ന. സോ അത്രയും വലിയൊരു പേപ്പർ ഒരു സൈഡും മറ്റേ സൈഡും കൂടെ 6 യൂണിറ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഈ 8 പേപ്പറേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ഈ 8 പേപ്പർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ 8 ബ്ലോക്കും വളരെ ക്ലിയർ ആയിട്ട് ടോപ്പിക്സ് കൺഫേം ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഷോർട്ട് നോട്ട്സ് എഴുതി തന്നെ പഠിക്കുക. അങ്ങനെ എഴുതി പഠിക്കുമ്പോൾ ഒന്ന് നിങ്ങളുടെ സ്പെല്ലിങ്സ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് നമുക്ക് ഇംഗ്ലീഷ് അറിയാം, അപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ എഴുതുന്നത്. സോ സ്പെല്ലിങ്സ് നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ ക്രിട്ടിക്സിൻ്റെ പേരായാലും അല്ലെങ്കിൽ ബുക്കുകളുടെ ടൈറ്റിലുകളായാലും നിങ്ങൾക്ക് സ്പെല്ലിങ്ങുകൾ വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതുവഴി നിങ്ങളുടെ മാർക്ക് ലോസ് നിങ്ങൾക്ക് കുറയ്ക്കാം. പിന്നെ ടോപ്പിക്സ് കറക്റ്റായിട്ട് പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രത്യേകതയാണത്, നിങ്ങൾക്ക് പോയിൻറ്റ്സ് അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം കയ്യിൽ ഭാഷ ഉണ്ടെങ്കിൽ നമുക്കത് എഴുതി പിടിപ്പിക്കാം. അപ്പോൾ ആ ടോപ്പിക്സ് പോയിൻറ്റ്സ് മാത്രം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള പോയിൻറ്റ്സ് മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതി ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്രിറ്റിസിസം പേപ്പറിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്നെ നോട്ട്സ് എഴുതി തന്നെ പഠിക്കുക. അതാണ് ഒരു ടെക്നീക്ക്. പിന്നെ പാസ്റ്റ് പേപ്പേഴ്സ്, ഇതിന് മുന്നേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന പേപ്പേഴ്സ്, അതിൻ്റെ അകത്ത് കണ്ടുവരുന്ന പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻസ്, പാറ്റേൺസ്, അതെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓക്കെ, ഇത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എഴുതാം. അതിൻ്റെ ആൻസർ കീസും അതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. സോ ആൻസർ കീസ് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ഒരു ആൻസർ കീ ആയിരിക്കും നിങ്ങളുടെ എക്സാമിനറുടെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന ടോപ്പിക്കുകൾ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് കീഴിൽ ഇന്ന ടോപ്പിക്സ് ആണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ഓക്കെ ഇന്ന ആൻസേഴ്സ് അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതേണ്ടത് എന്നുള്ളത്. സോ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ പഠിച്ചു, നമ്മൾ കുറേ കേട്ടു, നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും മാർക്ക് സ്കോർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളെ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമുക്കറിയാവുന്ന കാര്യങ്ങളെ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ആ എക്സാമിനർക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, മറിച്ച് നിങ്ങൾ എഴുതിയിരിക്കുന്ന സാധനം മാത്രമേ ആ എക്സാമിനറുടെ കയ്യിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സാം ഹാളിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി. സോ അങ്ങനെ നിങ്ങൾ ആൻസർ കീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ആൻസേഴ്സിനെ ഫോർമുലേറ്റ് ചെയ്ത് ഫോം ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അതുവഴി മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ടും നിങ്ങൾ ഒരു പേപ്പർ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ എക്സാമിനേഷൻ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി MEG 05 എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മേജറായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി എക്സ്ക്ലൂസീവ്ലി ലേൺ വൈസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഏകദേശം എങ്ങനെയൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അതിൽ ഏതെങ്കിലും 5 എണ്ണം ആൻസർ ചെയ്യുക. 500 വേർഡ്സിൽ ഏതെങ്കിലും 5 എണ്ണം ആൻസർ ചെയ്യുക. നമുക്ക് 3 മണിക്കൂറാണ് കിട്ടുന്നത്. 100 ഔട്ട് ഓഫ് 100 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തന്നിരിക്കുന്നത് ഡിസ്കസ് ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ഇൻ ഷേപ്പിംഗ് സൊസൈറ്റൽ നോംസ് ആൻഡ് വാല്യൂസ് ഹൈലൈറ്റിംഗ് ദ തിയറീസ് ഫ്രം ആൻ ഇൻട്രൊഡക്ഷൻ. കമലദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ എങ്ങനെയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റലായിട്ടുള്ള നോംസിനെയും വാല്യൂസിനെയും ഒക്കെ ഫ്രെയിം ചെയ്യാനായിട്ട്, അതിനെ മോഡൽ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ലിറ്ററേച്ചർ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തതാണ്. സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് പ്ലേറ്റോസ് വ്യൂസ് ഓൺ മിമിസിസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലാസിക്കൽ ക്രിറ്റിസിസം. സോ ഞാൻ പറഞ്ഞു പ്ലേറ്റോൻ്റെ മിമിസിസ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിലോട്ട് വരുമ്പോൾ. പിന്നെ പറഞ്ഞതാണ് നമ്മൾ കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ് എന്നുള്ളത്. സോ പ്ലേറ്റോൻ്റെ മിമിസിസ് എങ്ങനെയാണ് ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്, പ്ലേറ്റോൻ്റെ മിമിസിസത്തിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് അരിസ്റ്റോട്ടൽ തിയറി എഴുതിയത്, എങ്ങനെയാണ് ഡയലോഗ്സ് വന്നത്, അങ്ങനെ എങ്ങനെയാണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം ഈ മിമിസിസ് തിയറി ഓഫ് മിമിസിസിനെ ബേസ് ചെയ്ത് ഗ്രോ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട്
എഴുതേണ്ടത്. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡീകൺസ്ട്രക്ഷൻ തിയറി ടു മോഡേൺ ലിറ്റററി ക്രിറ്റിസിസം വിത്ത് സ്പെസിഫിക് റെഫറൻസസ് ടു കീ തിയറിസ്റ്റ്. അപ്പോൾ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിനെയാണ് നമ്മൾ പറയേണ്ടത്. ആ മൊഡ്യൂളിൻ്റെ അകത്ത് ഓരോ യൂണിറ്റിലും ഓരോ തിയറിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ തിയറിസ്റ്റുകളെ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവരുടെ മേജറായിട്ടുള്ള തിയറീസ് എന്തൊക്കെയായിരുന്നു, മോഡേൺ ലിറ്റററി ക്രിറ്റിസിസത്തിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ഡീകൺസ്ട്രക്ഷൻ കൊടുത്തത് എന്നുള്ളതാണ് നിങ്ങൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി കമ്മിങ് ടു ഫോർത്ത് ക്വസ്റ്റ്യൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് റൊമാൻറ്റിസിസം ആൻഡ് ക്ലാസിസം ഫോക്കസിങ് ഓൺ ദെയർ അപ്രോച്ചസ് ടു ലിറ്റററി എക്സ്പ്രഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, റൊമാൻറ്റിസിസവും ക്ലാസിസവും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ രണ്ട് പീരീഡിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എന്തൊക്കെ സിമിലാരിറ്റീസ് ആണുള്ളത്, എന്തൊക്കെ ഡിഫറൻസസ് ആണുള്ളത്, ആരൊക്കെയായിരുന്നു മേജർ തിയറിസ്റ്റുകൾ, എന്തൊക്കെയാണ് അവരുടെ മേജർ തിയറീസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫോർത്ത് ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫെമിനിസ്റ്റ് തിയറീസ് ഓൺ contemporary literature citing examples from notable feminist critics. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ബ്ലോക്കിൻ്റെ അകത്തുള്ള ഓരോ യൂണിറ്റ്സിലെയും ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ്, അവരുടെ മേജറായിട്ടുള്ള വർക്ക്സ്, വിർജീനിയ വൂൾഫ്, അങ്ങനെ സൈമൺ ഡി ബെവർ, അവരുടെ മേജറായിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയായിരുന്നു, അത് കണ്ടംപററി ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസസ് ഓഫ് ഫെമിനിസം എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ഐഡിയോളജി ഫ്രം എ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. സോ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ അകത്ത് ലിറ്ററേച്ചർ ആൻഡ് ഐഡിയോളജി എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്, ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളെ ബാക്കി ആ യൂണിറ്റിൻ്റെ, ആ ബ്ലോക്കിലുള്ള മറ്റ് പല യൂണിറ്റുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. സോ എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ഐഡിയോളജി ഫ്രം മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിൽ എങ്ങനെയാണ് ലിറ്ററേച്ചറും ഐഡിയോളജിയും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് സിക്സ്ത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ടു ഓഫ് ദി ഫോളോയിങ്. ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം നമ്മൾ പറഞ്ഞു, യൂണിറ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആയ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം എന്താണ് നമ്മൾ പറഞ്ഞു. അർണോൾഡ്, ബിഫോർ അർണോൾഡ്, ടി.എസ്. എലിയറ്റ്, ഈ 3 ഫേസസിലുള്ള ക്രിറ്റിസിസത്തിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ സ്പെസിഫിക്കലി ടി.എസ്. എലിയറ്റിൻ്റെ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിനെ കുറിച്ചുള്ള അനാലിസിസും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. അതാണ് ഫസ്റ്റ് വൺ. ബി, അരിസ്റ്റോട്ടിൽസ് തിയറി ഓഫ് ട്രാജഡി. നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിൻ്റെ അകത്ത് 4th ഉം 5th ഉം യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ടും അരിസ്റ്റോട്ടലിൻ്റെ തിയറി ഓഫ് ട്രാജഡിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി സി വരുമ്പോൾ ദ ഡെത്ത് ഓഫ് ദി ഓതർ റോളണ്ട് ബാർത്തിൻ്റെ തിയറിയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റോളണ്ട് ബാർത്തിൻ്റെ ദ ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറയുന്ന ടെക്സ്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽഡ് വേർഷനാണ് നിങ്ങൾ സിയുടെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി ഡിയിലോട്ട് വരുമ്പോൾ സൈക്കോ അനാലിറ്റിക് അപ്രോച്ചസ് ടു ലിറ്ററേച്ചർ. എങ്ങനെയാണ് മോഡേൺ ലിറ്റററി ക്രിറ്റിസിസത്തിൽ അല്ലെങ്കിൽ കണ്ടംപററി തിയറീസ് ആയ സൈക്കോ അനാലിസിസ്, ഫ്രോയിഡിൻ്റെ, ലക്കാൻ്റെ ഒക്കെ തിയറീസ് എങ്ങനെയാണ് ലിറ്ററേച്ചർ റിവ്യൂവിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ലിറ്ററേച്ചർ അനാലിസിസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിയുടെ ആൻസറായിട്ട് നമ്മൾ എഴുതുന്നത്. ഇനി ഇയിലോട്ട് വരുമ്പോൾ കൾച്ചറൽ സ്റ്റഡീസ് ഇൻ ലിറ്റററി തിയറിയിൽ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് റെയ്മണ്ട് വില്യംസിൻ്റെ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ടെക്സ്റ്റും എങ്ങനെയാണ് ഈ പറയുന്ന ലിറ്ററേച്ചർ അനാലിസിസിൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ 7th ക്വസ്റ്റ്യൻ്റെ ഇയുടെ ആൻസറായിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ഇതാണ് ഏകദേശം നമ്മൾ ലേൺ വൈസ് എക്സ്ക്ലൂസീവ്ലി തരുന്ന ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇങ്ങനത്തെ ഒരു പാറ്റേണിലായിരിക്കാം നിങ്ങൾക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു മാർക്ക് വെയിറ്റേജും ഒരു പ്രോബബിലിറ്റിയും ഇത്രയും നാളും കണ്ടുവന്ന ഒരു പാറ്റേണൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയുമാണ് നിങ്ങൾ ഈ ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് അനലൈസ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട മേജറായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേൺ വൈസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ. താങ്ക് യു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആൻ മാം പറഞ്ഞത് നിങ്ങൾ വളരെ വിശദമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും എക്സാമിന് അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രധാനമായിട്ടും അതിൽ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മാക്സിമം വരാൻ പോകുന്ന എക്സാമിന് നമ്മൾ സാധ്യത കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അതിൽ മെൻഷൻ ചെയ്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചോദ്യങ്ങളും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പ് കൂടെ വരുത്തുക. ഓക്കെ, അപ്പൊ നമുക്കിനി ലേൺ വൈസിലേക്ക് തിരിച്ചു വരാം.
വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺബേസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ് ആണ് ലേൺബേസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ 11 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. സൈഡിൽ കാണാം. BA സൈക്കോളജി, MA സൈക്കോളജി, BCom, MCom, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, MA സോഷ്യോളജി, BBA, MBA, BA ഹിസ്റ്ററി. അപ്പൊ മേൽ പറഞ്ഞ ഈ കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്ത ഒരാളാണെങ്കിൽ മികച്ചൊരു കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺവൈസുമായിട്ട് ബന്ധപ്പെടാം. നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 7592939616. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയം ബന്ധപ്പെടാവുന്നതാണ്. ഡൗട്ട്സ് ക്ലിയർ ആവുന്നതാണ്. അതുപോലെ നമ്മളെ ആപ്പ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഫ്രീ വീഡിയോസ്, അതായത് ഫ്രീ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു കണ്ടന്റ് ക്വാളിറ്റി വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിൽ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഒട്ടും വൈകാതെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.